അഹമ്മദ് നജാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്തും നാട്ടുകാരനുമായ സഹോദരൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി. അള്ളാഹു താല അവൻ്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കട്ടെ, അതുപോലെ തന്നെ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. എല്ലാവരും അവൻ്റെ പേരിൽ മയ്യത്ത് നമസ്കരിക്കുകയും അവനുവേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. കൊല്ലത്ത് നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഒച്ചിറ പരബ്രഹ്മ നഴ്സിംഗ് കോളേജിലെ 4ാം സെമസ്റ്റർ വിദ്യാർത്ഥി അഹമ്മദ് നജാദാണ് ജീവനൊടുക്കിയത്. കോളേജിൽ അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഏതായാലും വീണ്ടും ഒരു ആത്മഹത്യ, അധ്യാപകരുടെ മാനസിക പീഡനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥിയുടെ ആത്മഹത്യയാണ് ഏറ്റവും ഒടുവിലായി കേരളം ചർച്ച ചെയ്തത്. വല്ലാത്ത നടുക്കം രേഖപ്പെടുത്തിയ സംഭവം. സമാനമായി ഇപ്പോൾ കൊല്ലത്ത് നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ അഹമ്മദ് നജാദ് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. രാജ്കുമാർ, എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? ഇത് ഇന്നലെ രാത്രിയാണ് നജാദിനെ സുഹൃത്തുക്കൾ ഇതിന്റെ കെട്ടഴിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു. ഇതിന് ബന്ധുക്കളെല്ലാം ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് നല്ലൊരു ഭാവി സ്വപ്നം കണ്ട് പഠിക്കാൻ പോയൊരു ചെറുപ്പക്കാരനെ കൊന്നു തിന്നിരിക്കുകയാണ് ഈ നരഭോജികളെല്ലാം കൂടി. എൻ്റെ നാട്ടുകാരനും പ്രിയപ്പെട്ട കൂട്ടുകാരനുമായ അഹമ്മദ് നജാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് താങ്ങാവുന്നതിലധികം മാനസിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മരണത്തിലേക്ക് പോയിരിക്കുകയാണ്. മാനേജ്മെൻറ്റും സ്കൂൾ ടീച്ചർമാരും അതുപോലെ പ്രിൻസിപ്പളും ഇതിലാരൊക്കെ ഭാഗവാക്കായിട്ടുണ്ടോ, അതിൽ ഏതെല്ലാം തെണ്ടികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഇവന്മാരെ എല്ലാം നരഹത്യക്ക് കേസെടുത്തുകൊണ്ട് ഗവൺമെൻറ് ഉത്തരവാദിത്വം പാലിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. സമീപകാലത്ത് നഴ്സിംഗ് കോളേജുകളിൽ എത്രയോ വിദ്യാർത്ഥികൾ ഇതുപോലെ ആത്മഹത്യ ചെയ്തു പോയിട്ടുണ്ട്. ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ ഒരു മാനേജ്മെൻറ്റിന് സാധിക്കുകയില്ല, അതുപോലെ ടീച്ചർമാർക്ക് സാധിക്കുകയില്ല, പ്രിൻസിപ്പാളിന് സാധിക്കുകയില്ല, സഹപാഠികൾക്ക് സാധിക്കുകയില്ല. ആരൊക്കെ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എല്ലാ ചെറ്റകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആദ്യമായിട്ട് ചെയ്യാനുള്ള കാര്യം അതാണ്. അനുശോചനം പറഞ്ഞ് വരുന്നവർ അവർ പിരിഞ്ഞു പോകും, കുടുംബത്തിനാണ് നഷ്ടമുള്ളത്. അതുപോലെ തന്നെ ഈ മാനേജ്മെൻറ്റ് ഉത്തരവാദിത്തം പറഞ്ഞ് അവർ ഒഴിഞ്ഞു പോകും, കുടുംബത്തിന് മാത്രമാണ് നഷ്ടമായിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട ഈ സുഹൃത്ത് വിനയാന്വിതനായ ഒരു സഹോദരനാണ്. എപ്പോൾ കണ്ടാലും സ്നേഹം മാത്രം പങ്കിടുന്ന, ചിരിച്ച മുഖത്തോടു കൂടി സംസാരിക്കുന്ന. ഇത് കേട്ടിടം മുതൽ ഞങ്ങളുടെ ഉള്ളിൽ തീയാണ്. കാരണം അത്രത്തോളം വിനയാന്വിതനായ ഒരു ചെറുപ്പക്കാരനാണ്. പറയുമ്പോൾ വാക്കുകൾ ഇടറിപ്പോവുകയാണ്. ഏതായിരുന്നാലും അല്ലാഹു തആല അവന് പുറത്തു കൊടുക്കട്ടെ, ആ കുടുംബത്തിന് സമാധാനം കൊടുക്കട്ടെ. ഈ ഒരു അവസരത്തിൽ അത് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ഇതിനകത്ത് ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇത് മാക്സിമം എല്ലാവരും അധികാരികളുടെ മുന്നിലെത്തുന്നവരെ ഷെയർ ചെയ്ത് ഇതിൽ ഉൾപ്പെട്ടവന്മാരെ എല്ലാം ശിക്ഷിക്കുന്നതിനും വരെ നമുക്കിതിനു വേണ്ടി പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. കൊല്ലത്ത് നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. ഒച്ചിറ പരബ്രഹ്മ നഴ്സിംഗ് കോളേജിലെ 4ാം സെമസ്റ്റർ വിദ്യാർത്ഥി അഹമ്മദ് നജാദാണ് ജീവനൊടുക്കിയത്. കോളേജിൽ അധ്യാപകരുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ആത്മഹത്യയെന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഏതായാലും വീണ്ടും ഒരു ആത്മഹത്യ, അധ്യാപകരുടെ മാനസിക പീഡനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥിയുടെ ആത്മഹത്യയാണ് ഏറ്റവും ഒടുവിലായി കേരളം ചർച്ച ചെയ്തത്. വല്ലാത്ത നടുക്കം രേഖപ്പെടുത്തിയ സംഭവം. സമാനമായി ഇപ്പോൾ കൊല്ലത്ത് നഴ്സിംഗ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ അഹമ്മദ് നജാദ് 4ാം സെമസ്റ്റർ വിദ്യാർത്ഥിയാണെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. രാജ്കുമാർ, എന്താണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? ഇത് ഇന്നലെ രാത്രിയാണ് നജാദിനെ സുഹൃത്തുക്കൾ ഇതിന്റെ കെട്ടഴിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ നഷ്ടമായിരുന്നു. ഇതിന് ബന്ധുക്കളെല്ലാം സുഹൃത്തുക്കൾ ഒപ്പമുള്ള സഹപാഠികൾ ഉൾപ്പെടെയുള്ള അവരുടെ പരാതി എന്ന് പറയുന്നത് ഈ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നുള്ള കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദം എന്ന് പറയുന്നത് ഈ എക്സാം എഴുതാൻ സമ്മതിക്കില്ല, ഇതിന്റെ ഫയൽ ചെയ്യേണ്ടുന്ന സെമസ്റ്ററിന് പരീക്ഷയ്ക്ക് ഇരിക്കേണ്ടതിന്റെ ഫയലുകൾ സബ്മിറ്റ് ചെയ്യാത്തതുകൊണ്ട് തനിക്ക് എഴുതാൻ കഴിയില്ല എന്ന ഒരു കാര്യം അറിയിച്ചിരുന്നു. ഇത് ഇവന് വല്ലാതെ വിഷമമുണ്ടാക്കി. ഇന്നലെ രാത്രി നജാദിന്റെ അമ്മ ഈ ടീച്ചറിനെ വിളിച്ച് സംസാരിച്ചു. ടീച്ചർ നജാദിനെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് ഇവര് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, അവനോട് ഇതിന്റെ മുഴുവനും പേപ്പേഴ്സ് ഫയൽ ചെയ്യേണ്ട സെമസ്റ്ററിന് മുമ്പ് ഫയൽ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളതാണ് അവർ പറയുന്നത്. പക്ഷെ വിദ്യാർത്ഥികളുടെ നിലപാട് അതല്ല. വിദ്യാർത്ഥികളും സഹപാഠികളും ഈ നജാദിന്റെ സുഹൃത്തുക്കളും ഉൾപ്പെടെ പറയുന്നത് ഈ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കടുത്ത ഒരു മാനസികമായിട്ടുള്ള ഹരാസ്മെന്റ് കൊണ്ട് തന്നെയാണ് അവൻ ജീവൻ നഷ്ടപ്പെടുത്തിയെന്നുള്ളതാണ് അവരുടെ നിലപാടും. അതിന്റെ അടിസ്ഥാനത്തിൽ SFIയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ നഴ്സിംഗ് കോളേജിന് മുമ്പിൽ അവര് പ്രതിഷേധിക്കുകയാണ്. ഈ നഴ്സിംഗ് കോളേജിനെതിരെ നേരത്തെയും വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ പരാതി നൽകിയിട്ടുണ്ടോ? ഇത് ആദ്യ സംഭവമാണോ?
ഇതിനു മുമ്പ് രേഖാമൂലമുള്ള എന്തെങ്കിലും ഒരു പരാതി ഉള്ളതായി നമുക്കും വ്യക്തതയൊന്നുമില്ല. പക്ഷെ കുട്ടികൾ ഇതിനു മുമ്പും ഈ പല വിദ്യാർത്ഥികൾ ഇതുപോലെ ജീവനൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷെ അക്കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒപ്പമുള്ള ഒരു സഹപാഠി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇവൻ ഈ കോളേജിന്റെ റൂമിൽ, ഈ പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് താൻ കണ്ടിരുന്നു എന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അത് മാത്രമാണ് ഈ ഒരു മൊഴിയായി അവശേഷിക്കുന്നത്. ഈ നജാദിന്റെ പിതാവ് വിദേശത്താണ്, അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരണം. അമ്മ ഈ മരണ സംഭവത്തോടു കൂടി തന്നെ അവർ മാനസികമായി തകർന്ന നിലയിലാണ്. ഇവര് ഈ നജാദിന്റെ പിതാവിന്റെ സഹോദരനാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഈ വിവരങ്ങൾ വെച്ച് മൊഴി നൽകിയിട്ടുള്ളത്. ശരി, രാജ്കുമാറാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.